മോർച്ച സംസ്ഥാന അധ്യക്ഷൻ ശ്രീ പ്രഫുൽ കൃഷ്ണൻ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ പ്രഫുൽ കൃഷ്ണൻ, 15 പ്രതികളും രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ കുറ്റക്കാരാണ് എന്നാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. തിങ്കളാഴ്ചയാണ് ഇവർക്കെതിരെയുള്ള ശിക്ഷാവിധി പ്രഖ്യാപിക്കുക. ഈ കോടതിയുടെ നിരീക്ഷണത്തിൻ്റെയും വിധിയുടെയും വിലയിരുത്തൽ പൊതുസമൂഹം ആഗ്രഹിച്ചതുപോലെ തന്നെയാണ്. കാരണം ഇനിയൊരിക്കലും ഇത്തരത്തിലുള്ള ക്രൂരത ആവർത്തിക്കാൻ പാടില്ല എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് പൊതുസമൂഹം. അതുകൊണ്ട് തന്നെ ഈ ഒരു ശിക്ഷാവിധിയെ എങ്ങനെ വിലയിരുത്തുന്നു താങ്കൾ? തീർച്ചയായിട്ടും വളരെയധികം സന്തോഷകരമായിട്ടുള്ള വിധി തന്നെയാണ്. കേരളം ആഗ്രഹിച്ച വിധിയാണ്. കേരളം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പൈശാചികമായ കൊലപാതകമാണ് അന്ന് ആലപ്പുഴയിൽ അരങ്ങേറിയിട്ടുള്ളത്. കൊലപാതകം മാത്രമല്ല, ഒരു വ്യക്തിയെ എത്രമാത്രം മൃതദേഹത്തെ വികൃതമാക്കാൻ പറ്റുമോ അത്രയേറെ വികൃതമാക്കിക്കൊണ്ട് അതിനിഷ്ഠൂരമായിട്ടുള്ള കൊലപാതകം. അത് അമ്മയുടെയും അതുപോലെ തന്നെ ഭാര്യയുടെയും കുട്ടിയുടെയും മുന്നിൽ വെച്ച് ചെയ്യുക. ഒരുപക്ഷെ സമീപകാല കേരളത്തിൽ ഒരുപക്ഷെ തീവ്രവാദ സംഘടനകൾ IS പോലും ചെയ്യാത്ത തരത്തിലാണ് കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ടുകാർ ഈ ഒരു കൊലപാതകം നടത്തിയിരുന്നത്. ഒരുപക്ഷെ ആ ഭൗതികദേഹം അതുമായി ബന്ധപ്പെട്ട ഇൻക്വസ്റ്റ് നടപടികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട ചില ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. കാരണം അത്ര പൈശാചികമായിട്ടായിരുന്നു ആ കൊലപാതകം നടത്തിയത്. ഒരു മനുഷ്യന് പോലും ചെയ്യാൻ സാധിക്കാത്ത തരത്തിൽ അത്ര നിഷ്ഠൂരമായിട്ടുള്ള രീതിയിലുള്ള കൊലപാതകം. ആ കൊലപാതകത്തിലെ ഗൂഢാലോചന നടത്തിയ ആളുകൾ, അതുപോലെ തന്നെ അതിലെ പ്രതികൾ എല്ലാവരെയും ഇപ്പോൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഒരുപക്ഷെ ആ കേസിന്റെ തുടക്കഘട്ടത്തിൽ കേരളത്തിന്റെ പോലീസ് വലിയ രീതിയിൽ വഴിവിട്ട രീതിയിലുള്ള സഹായങ്ങൾ പ്രതികൾക്ക് വേണ്ടി ചെയ്തിരുന്നുവെങ്കിലും സമൂഹത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഈ പൈശാചികമായ കൃത്യം നടത്തിയവർക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ജനരോഷമുണ്ടായി. ഒരു തരത്തിലും പ്രതികളെ സംരക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടന്നു എന്നുള്ള സമയത്താണ് ഇവിടെ കൃത്യമായും അറസ്റ്റുകൾ പോലും നടന്നിട്ടുള്ളത്. എന്തായാലും പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ആ തീവ്രവാദ സംഘടനയെ, അത് കൃത്യമായും ആ തീവ്രവാദ സംഘടനയുടെ നിരോധനത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്ന് പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇത് സന്തോഷകരമായിട്ടുള്ള അവസ്ഥയാണ്. ഇത്തരം തീവ്രവാദികൾക്ക് ഈ ഒരു ഭാരതത്തിന്റെ മണ്ണിൽ സ്ഥാനമില്ല എന്ന് കൃത്യമായും അടിയുറച്ച് പറയേണ്ട സാഹചര്യമാണുള്ളത്. ഒരു തരത്തിലും സ്ലീപ്പർ സെല്ലുകൾക്ക്, പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകൾക്ക് ഒരു തരത്തിലും ഈ നാട്ടിൽ ഇനി വളരാൻ വേണ്ടി സാധിക്കില്ല. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഈ പ്രതികൾ തന്നെ സാക്ഷികളെ ഭീഷണിപ്പെടുത്താനും അതുപോലെ ഒരുപാട് അത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിരുന്നു. ആ കേസ് അട്ടിമറിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. എന്തായാലും ഇനി തിങ്കളാഴ്ച ഇതുമായി ബന്ധപ്പെട്ട് ശിക്ഷാവിധി കൂടി വരാൻ വേണ്ടി പോവുകയാണ്. എന്തായാലും പരമാവധി ശിക്ഷ തന്നെ ഈ നരാധമന്മാർക്ക് കിട്ടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിനുവേണ്ടി കേരളം പ്രാർത്ഥിക്കുകയാണ്. യെസ്, വളരെയധികം നന്ദി ശ്രീ പ്രഫുൽ കൃഷ്ണൻ, ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്.